നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അടുത്ത് നിന്റെ അഭ്യാസമൊന്നും വേണ്ട. നിന്റെ ലക്ഷ്യം എന്താണെന്നും നിന്റെ മനസ്സിൽ എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം. ഓ, എന്നാൽ അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. പിന്നെ ഇപ്പൊ എന്നെ ഇവിടെ ഇട്ട് വട്ടം ചുറ്റിച്ചേന് നിന്നോട് ഞാൻ കണക്ക് വീട്ടിയിരിക്കും. അതിന് വലിയ കാലതാമസമൊന്നും വേണ്ട. ഓ, ആ ആ, ആ. ഓ, എന്താടാ അമ്മ നോക്കി ചിരിച്ചോടാ നീയെ? ആ, തക്കട് കുട്ടി, ചക്കര കുട്ടിയല്ലേ, അമ്മയുടെ പൊന്നല്ലേ? ഓ, അമ്മയുടെ ഡിങ്കിരി കുട്ടിയാണോ? ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. നമുക്കിങ്ങനെ കമ്പനി ആവാടാ. ഇങ്ങനെ കമ്പനി ആയാലേ അവര് പേടിക്കും. ഞാനും നീയും തമ്മിൽ പിരിയാൻ വയ്യാത്ത ബന്ധമാണെന്ന് അവരറിഞ്ഞാലേ എനിക്ക് നിന്നെ വെച്ച് വില പേശാൻ പറ്റും. ചക്കരേ, ചക്കര കുട്ടി, ഇവിടെ പൊന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അവിടെ ഒരു പുന്നാരം. അതെന്താ കുഞ്ഞിനെ എനിക്ക് കൊഞ്ചിക്കാൻ പാടില്ലേ? കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള അനുവാദം മാത്രമേ നിനക്ക് തന്നിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. നിങ്ങൾ എന്തിനാ എന്നോട് ഈ ക്രൂരത കാണിക്കുന്നേ? നിന്നെ സ്നേഹിച്ചതിന് എല്ലാവർക്കും ശരിക്കും കിട്ടിയിട്ടുണ്ട്. അവളോട് ക്രൂരത കാണിക്കരുതെന്ന്. ഞാൻ എന്തായാലും ഈ കുഞ്ഞിന്റെ അമ്മയല്ലേ. നിനക്കൊരിക്കലും ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പറ്റില്ല. നീ ഇവിടുത്തെ വെറും ഒരു അതിഥി മാത്രം. നിനക്കേ ഈ വീട്ടിൽ ചില പരിമിതികളുണ്ട്. അതിന്റെ അതിർവരമ്പുകൾ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കടന്നാലുണ്ടല്ലോ നീ വിവരം അറിയും. ഞാനിത് കാർത്തിയോട് കംപ്ലൈന്റ് ചെയ്താലുണ്ടല്ലോ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് അറിയോ? പേടിപ്പിക്കാതെടി. കാർത്തി എന്റെ മോനാ. കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള പെർമിഷൻ മാത്രമേ കാർത്തി നിനക്ക് തന്നിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും നീ വിചാരിക്കണ്ട. 2 മണിക്കൂർ കഴിയുമ്പോ കുഞ്ഞിന് വീണ്ടും പാല് കൊടുക്കണം. കേട്ടോടി? നിന്നെ കൊണ്ട് കുറെ അനുഭവിച്ചോ ഞങ്ങള്. അതാ ഇങ്ങനെയൊക്കെ പറയുന്ന. മനസ്സിലായോടി? യൂസ്ലെസ്സുകൾ. ആ, മീനാക്ഷി കുട്ടി. മീനാക്ഷി കുട്ടിയോ? ഇതെന്താ മിനിറ്റ് വെച്ച് വിളി മാറുകയാണല്ലോ. ആ, പാനിക് ആവാതെ. നേരത്തെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഐ എം സോറി. എന്താ കാർത്തേട്ടാ? ഞങ്ങളുടെ കോളേജിൽ ഡിഗ്രി ബാച്ചിന്റെ ഒരു റിയൂണിയൻ. എന്നാ? ഇന്നാ. പക്ഷേ പറയാനായിട്ട് വിട്ടുപോയി. എന്റെ എല്ലാ ഫ്രണ്ട്സും ഇന്ന് വരുന്നുണ്ട്. എന്തായാലും പോയേ പറ്റൂ. പോയിക്കോ, നല്ല കാര്യല്ലേ. ഏയ്, ഞാൻ ഒറ്റയ്ക്ക് പോവില്ല. നീയും കൂടി വരണം. എപ്പോഴും പോണ്ടേ? ഉടനെ പോണം. എന്നാ ഞാനും കുഞ്ഞും വേഗം റെഡിയാവാം. അയ്യോ, കുഞ്ഞിനെ കൊണ്ടുപോണ്ട. കുഞ്ഞ് വിശന്ന് കരഞ്ഞാൽ എന്ത് ചെയ്യും? പാല് കൊടുക്കേണ്ടി വന്ന മൈഥിലിയെ ഡിപ്പെൻഡ് ചെയ്യണ്ടേ? ആ, കുഞ്ഞിനെ ദേവമ്മ നോക്കിക്കോളും. കുഞ്ഞില്ലെങ്കിൽ ഞാനും വരുന്നില്ല കാർത്തേട്ടാ. എന്താ മീനാക്ഷി ഇത്? എന്താ മക്കളെ? ദേവമ്മേ, ഒന്ന് പറ മീനാക്ഷിയോട്. ഇന്ന് കോളേജിൽ ഞങ്ങളുടെ ഡിഗ്രി ബാച്ചിന്റെ റിയൂണിയനാ. എല്ലാരും വരുന്നുണ്ട്, അവരവരുടെ ഭാര്യമാരായിട്ട്. ഈ മീനാക്ഷി ഇല്ലാതെ ഞാൻ എങ്ങനെ പോവും? എന്താ മോളെ ഇത്? ഇതൊക്കെ ദൈവം തരുന്ന നല്ല അവസരങ്ങളല്ലേ. കൂടെ പോവാൻ നോക്ക്. അല്ല, വൈകമോളില്ലാതെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. നീ റെഡി ആയിട്ട് വാ, വേഗം ആവട്ടെ.
റീയൂണിയന് പോയ എന്റെ മക്കളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി നീ ഒരുക്കിയ ഡ്രാമയാണ് ഈ ഒളിച്ചുകളിയെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവര് പുറത്തുപോയി സന്തോഷിക്കരുത്, അതിന് വെച്ച വേല. ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാ. ഒരു ധാരണ പെശകും ഇല്ല. നിന്നെക്കാൾ കൂടുതൽ ഓണം ഉണ്ടവളാ ഞാൻ. ഓ, എന്റെ അടുത്ത് നിന്റെ അഭ്യാസമൊന്നും വേണ്ട. നിന്റെ ലക്ഷ്യം എന്താണെന്നും നിന്റെ മനസ്സിൽ എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം. ഓ, എന്നാൽ അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. പിന്നെ ഇപ്പൊ എന്നെ ഇവിടെ ഇട്ട് വട്ടം ചുറ്റിച്ചേന് നിന്നോട് ഞാൻ കണക്ക് വീട്ടിയിരിക്കും. അതിന് വലിയ കാലതാമസമൊന്നും വേണ്ട. പല്ലെത്രണ്ണ ഇളകി? പല്ലിളകിയെന്നോ? നിങ്ങൾ എന്താ ദന്ത ഡോക്ടറാണോ? ഞാൻ ദന്ത ഡോക്ടറൊന്നും അല്ല. പക്ഷേ നിന്റെ ചെകിട്ടത്തിട്ട് കാർത്തി അടിച്ച ശബ്ദമേ ഈ ചെമ്പകമംഗലത്തിൽ കിടന്ന് കിടുങ്ങി എക്കോ പോലെ. ഹോ, എന്താ ഒരു അലക്കാവാ അലക്കിയത്. അല്ല, നിങ്ങൾ എന്താ എന്നെ കളിയൊക്കെ ഇറങ്ങിയതാണോ? അയ്യോ അല്ല, സങ്കടം കണ്ട് ചോദിച്ചു പോയതാ. അല്ല മൈഥിലി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചേ? കുഞ്ഞുമായി ഒളിച്ചു കളിച്ച് നീ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്? അത് ഞാൻ ആ മീനാക്ഷിക്കിട്ടൊരു പണി കൊടുത്തതാ. പുറത്തവള് കാർത്തിയോടൊപ്പം സന്തോഷമായിട്ട് നടക്കരുത്, അതില്ലാതാക്കാനാണ് ഞാൻ അങ്ങനൊക്കെ ചെയ്തത്. പക്ഷെ വീണ്ടും മേടിച്ചു കെട്ടിയത് നീയല്ലേ? അതൊന്നും ഒരു സാരമില്ല. ആർക്കെങ്കിലും നമ്മളൊരു വേല വയ്ക്കുമ്പോ നമുക്കിട്ടും കിട്ടും എന്തെങ്കിലുമൊക്കെ. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. അവളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ വെറും താൽക്കാലിക. അവൾ എന്നെ ഭയന്ന് വേണം ജീവിക്കാൻ. അതൊന്ന് അവളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്തത്. ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയില്. നിങ്ങൾ എന്തിനാ ഈ പ്രോൺസിന്റെ ഒക്കെ എക്സാമ്പിൾ പറയുന്നത്? എന്റെ അമ്മ പറഞ്ഞ ഉദാഹരണമാ നിന്നോട് ഞാൻ പറഞ്ഞത്. ഓ, താരക പണിക്കർ. അവര് കടപ്പുറത്തുനിന്ന് ചെമ്മീൻ എടുത്ത് വഴിനീള വിറ്റ് നടന്നവരാ അല്ലേ? ദേ, മര്യാദകേട് പറയരുത്. ഛേ, നീ ചാടിയ ഇവിടെ ഒന്നും വരാൻ പോകുന്നില്ലെന്ന് മാത്രമാണ് ഞാൻ അർത്ഥമാക്കിയത്. ഞാൻ ഈ ചെമ്പകമംഗലത്ത് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. മീനാക്ഷിയും നന്ദിനിയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.